കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലിനെ ന്യായീകരിച്ച് കമ്പനി രാജ്യാന്തര തലത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പിരിച്ചുവിടലിന് നിർബന്ധിതരായി എന്നാണ് കമ്പനിയുടെ വാദം. കേരളത്തിന് പുറത്തുള്ള കേന്ദ്രങ്ങളിലും ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നു. കേരളത്തിൽ ജീവനക്കാരെ വിടരുതെന്ന് കമ്പനി അധികൃതരോട് മന്ത്രി ബിന്ദു കൃഷ്ണ വീണ്ടും ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. അരുൺ ശങ്കറാണ് വിവരങ്ങളുമായി ചേർന്നത്. അരുൺ, ഇതിപ്പോൾ കോറോ ഹെൽത്തും സർക്കാരും തമ്മിൽ ഒരു ആശയവിനിമയം നടക്കുകയാണല്ലോ. സ്വകാര്യ കമ്പനിയിലെ പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട് ഇടപെടലിന് ഒട്ടേറെ പരിമിതികൾ ഉണ്ടെങ്കിലും തൊഴിൽ നിയമങ്ങൾ ധാരാളമുള്ള നാടാണ് നമ്മുടേത്. കർശനമായ തൊഴിൽ നിയമങ്ങൾ ഉള്ളതാണ്. ഏത് നിലയിലാണ് സർക്കാർ ഇടപെടുന്നത്? കമ്പനിയുടെ ഭാഗത്തുള്ള ഈ പ്രതികരണം അത് അനുകൂലമാണോ പ്രതികൂലമാണോ? ചർച്ച പുരോഗമിക്കുകയാണ്. ഒരു മണിക്കൂർ മുമ്പ് ആണ് ചർച്ച തുടങ്ങിയത്. ഇപ്പോഴും കമ്പനി അധികൃതരും സർക്കാരുമായിട്ടുള്ള വാദങ്ങളും പ്രതിവാദങ്ങളുമായിട്ട് ചർച്ച മുന്നോട്ട് പോവുകയാണ്. കമ്പനി അതിനിടെ വ്യക്തമാക്കിയത് കേരളത്തിൽ മാത്രമല്ല കമ്പനി പിരിച്ചുവിടൽ നടത്തിയത്, ഇന്ത്യയിലെ മറ്റു കേന്ദ്രങ്ങളിലെ നിന്നും ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. ആഗോളതലത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായിട്ടാണ് പിരിച്ചുവിടൽ നടത്തേണ്ടി വന്നത് എന്നുള്ളതാണ് കമ്പനി ഈ പിരിച്ചുവിടലിനെ ന്യായീകരിച്ചുകൊണ്ട് യോഗത്തെ അറിയിച്ചത്. എന്നാൽ കമ്പനി കേരളത്തിൽ പ്രവർത്തനം തുടരണം എന്നൊരാവശ്യമാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ മുന്നോട്ട് വെച്ചത്. ഇതിൻ്റെ നിയമവശങ്ങളിലേക്ക് കൂടി ചർച്ച കടന്നിട്ടുണ്ട്. കാരണം നിലവിലെ നിയമപ്രകാരം രതീഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഇന്ത്യയിലെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പിരിച്ചുവിടൽ എത്രത്തോളം അല്ലെങ്കിൽ പിരിച്ചുവിടൽ നിയമം ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് സംശയമുണ്ട്. കാരണം നിലവിലെ നിയമപ്രകാരം 300-ലധികം ജീവനക്കാർ തൊഴിൽ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ജീവനക്കാരെ മുഴുവനായിട്ട് പിരിച്ചുവിടുന്നു അല്ലെങ്കിൽ ആ സ്ഥാപനം അടച്ചുപൂട്ടുന്നു എന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ 90 ദിവസത്തിന് മുൻപ് സർക്കാരിനെ വിവരം അറിയിക്കണമെന്നുണ്ട്. പക്ഷേ ഈ സംഭവത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ കമ്പനിയുടെ ഭാഗത്തു നിന്ന് നിയമപരമായിട്ടൊരു വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് സർക്കാർ വിലയിരുത്തുന്നത്. അക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി കമ്പനിയെ തുറന്നും കുമ്പയുടെ പ്രവർത്തനം തുറന്നും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കമ്പനിയുടെ പ്രധാനപ്പെട്ട പ്രതിനിധികളൊക്കെ തന്നെ ഈ യോഗത്തിൽ വീഡിയോ കോൺഫറൻസിംഗ് മുഖേന പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ ഒരു ലീഗൽ അഡ്വൈസർ നേരിട്ടും ഹാജരായിട്ടുണ്ട്. സർക്കാർ പ്രതിനിധികളെ കൂടാതെ ജനപ്രതിനിധികളും തൊഴിലാളി സംഘടനാ പ്രതിനിധികളും ഈ പിരിച്ചുവിടപ്പെട്ട ജീവനക്കാരുടെ 800ഓളം വരുന്ന ജീവനക്കാരുടെ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. ഇവർക്ക് ഈ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കണമെന്നുള്ളൊരു നിലപാടാണുള്ളത്. അതിനൊരു പക്ഷേ കമ്പനി തയ്യാറായില്ലെങ്കിൽ അവർക്ക് നിയമപരമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകണമെന്നുള്ളൊരു ആവശ്യവും മുന്നോട്ട് വെക്കും. നിലവിൽ 2.5 മാസത്തെ ഒരു ശമ്പളം അവർക്ക് മുൻകൂറായിട്ട് നൽകിയിട്ടുണ്ട്. അതാണ് നഷ്ടപരിഹാരം എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹതപ്പെട്ട ജീവനക്കാരെയാണ് ഏകപക്ഷമായിട്ട് പിരിച്ചുവിട്ടത്. അതുകൊണ്ട് അവർക്ക് ആ ആനുകൂല്യങ്ങൾ കൂടി ലഭ്യമാക്കണം എന്നുള്ളൊരു ആവശ്യവും ഉണ്ട്. എന്തായാലും തൊഴിൽ സംരക്ഷിക്കണം എന്നുള്ള ആവശ്യത്തിന് തന്നെയാണ് മുൻഗണന നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകുന്നത്.